വിരുന്ന് പോയാൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലേ, എല്ലാവരും വീട്ടിലും വിരുന്നുകാർ വന്നാലും ഉണ്ടാക്കും. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ. അത് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്. ഇനിയിപ്പോൾ ആരും വന്നില്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുക, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലമായതുകൊണ്ട് അങ്ങനെ അത് തുടർന്ന് തന്നെ പോരുന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് വിരുന്നാരും കൂടെ ഉണ്ടായിരുന്നു. ഉമ്മച്ചീൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എല്ലാവരും ശീലമാണല്ലേ. അപ്പോൾ അന്ന് വെറുതെ ഇരുന്ന സമയത്ത് ഞങ്ങൾ ചോറ് ആവണമെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. പിന്നെ ഉച്ചക്ക് ചുമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ, വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അത് ചെത്തിയിട്ടൊക്കെ കഴിച്ചു. പിന്നെ ചോറ് കഴിക്കാനുള്ള വാഴയിലൊക്കെ വെട്ടി കൊടുന്നു കേട്ടോ. അപ്പോൾ പണി ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് നല്ലത്, എല്ലാവരും കൂടെ കൂടുമ്പോൾ. വാഴയിലാവുമ്പോൾ സമയം ലാഭിക്കുക, പണി ലാഭിക്കുക. പിന്നെ ജുമയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ചിക്കൻ ബിരിയാണി, അച്ചാറും തൈരും അങ്ങനെ എല്ലാതും കൂടെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന്